ഹലോ ഗൈസ്, വെല്ലുവിളിയാകാം. പക്ഷേ അത് നിന്നേക്കാൾ കൂടുതൽ ട്രോഫിയിൽ മുത്തമിട്ടവരോട് വേണോ ആ വെല്ലുവിളി? അതെ, 6 വർഷം അതൊരു ചെറിയ കണക്കല്ല. നീണ്ട 6 വർഷത്തിനിടയിൽ ഒരു കളി പോലും ജയിക്കാനാവാതെ ബ്രസീൽ അലയുകയാണ്. അതെ, ഇന്ന് അതാണ് സംഭവിച്ചത്. ബ്രസീലിയൻ പ്ലെയേഴ്സിൻ്റെ അവർ കളത്തിൽ തീർപ്പുവരുത്തി. അവരുടെ സ്വന്തം തട്ടകമായ എസ്റ്റാഡിയോ മോനുമെന്റാലിൽ കാനറി പക്ഷികളുടെ സാമ്പാത്താളം നിലച്ചതാണ് ഇന്നലെ കണ്ടത്. കളിയുടെ തുടക്കത്തിൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിൽ സിമിയോണിയുടെ വജ്രായുധമായ ജൂലിയൻ അൽവാരസിലൂടെ തന്നെ വെല്ലുവിളിക്കുള്ള ആദ്യ മറുപടി കൊടുത്തു. പിന്നെ കളിയുടെ 11-ാം മിനിറ്റിൽ കണ്ടത് ആ ക്വാളിറ്റി. അതെ, അർജന്റീനിയൻ ടീമിൽ കളിച്ച ആ 11 പേരുടെയും ക്വാളിറ്റിയായിരുന്നു നമ്മൾ കണ്ടത്. 29 പാസുകൾക്കൊടുവിൽ മിഡ്ഫീൽഡറായ എൻസോ ഫെർണാണ്ടസിൻ്റെ ആ ഫിനിഷ്. പിന്നീട് കളിയുടെ 26-ാം മിനിറ്റിൽ ക്യൂഞ്ഞയിലൂടെ നേടിയ ആ ഗോൾ ബ്രസീലിന് ആത്മവിശ്വാസം നൽകിയെങ്കിലും 36-ാം മിനിറ്റിൽ അർജന്റീനയുടെ 8-ാം നമ്പർ താരമായ എൻസോയുടെ കാലുകളിൽ നിന്നും കോരിയെറിഞ്ഞ ആ പന്തിനെ ബെൻഡോയ്ക്ക് മുകളിലൂടെ മക്കാലിസ്റ്റർ തൻ്റെ വലംകാലിനെ ചുംബിച്ച് ആ പന്തിനെ പോസ്റ്റിലേക്ക് പറഞ്ഞയച്ചപ്പോൾ സ്കോർ ബോർഡിൽ 3-1 എന്ന സ്കോറിൽ നിൽക്കുമ്പോൾ കത്തിച്ചാമ്പലാക്കാൻ പോകുന്ന ബ്രസീലിയൻ പടയ്ക്ക് മുകളിലുള്ള തീ അർജന്റീന ആളിക്കത്തിക്കുകയായിരുന്നു. അങ്ങനെ കളിയുടെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 3-1 എന്ന സ്കോറിൽ പിരിഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഹാഫിൻ്റെ 71-ാം മിനിറ്റിൽ ഇടതുവിങ്ങിൽ നിന്നും തഗ്ലഫിക്കോയിൽ നിന്നും നിലംപറ്റി വന്ന ആ ക്രോസ് പോസ്റ്റിലേക്ക് പറഞ്ഞയച്ച് സിമിയോണി 4-1 എന്ന വമ്പൻ സ്കോറിൽ ബ്രസീലിനെ ചാരമാക്കിയതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പണ്ട് ബ്രസീൽ എന്ന് കേട്ടാൽ പല വമ്പൻ ടീമുകളുടെയും മുട്ട് കൂട്ടിയിടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ആ ബ്രസീലിന് ഇതെന്തു പറ്റി? നിങ്ങളുടെ ചിന്തകൾ കമൻസായി രേഖപ്പെടുത്തുക. കൂടുതൽ കായിക വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.